ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, മനുഷ്യ മനസ്സിലാക്കി, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ രാജ്യത്തേക്ക് നമ്മൾ കിടക്കണമെന്നുണ്ടെങ്കിൽ, അവിടെ ഒരു യുദ്ധം നടക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടി മാത്രമേ അത് പറ്റൂ. അവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു സപ്പോർട്ട് പോരാ, അവരുടെ ആക്റ്റീവ് സപ്പോർട്ട് വേണം. അവര് നമ്മളുടെ ഒരു വാൻ ഗാർഡായിട്ട് പ്രവർത്തിക്കണം. വാൻ ഗാർഡ് എന്ന് വെച്ചാൽ നമ്മൾ മിലിറ്ററിക്കാർ ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മുന്നിലുണ്ടാവുന്ന ആൾക്കാരെയാണ് നമ്മൾ ഒരു വാൻ ഗാർഡ്, അഡ്വാൻസ് ഗാർഡ് എന്നൊക്കെ ഞങ്ങൾ പറയും. ഈ വാൻ ഗാർഡ് അവർ നമ്മുടെ മുന്നിൽ വേണം, അവർ വേണം നമ്മളെ നയിക്കാൻ. ഈ പാകിസ്ഥാനിലെ പട്ടാളക്കാർ എവിടെയൊക്കെയാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അവർ വേണം നമുക്ക് പറഞ്ഞു തരാനായിട്ട്. നമുക്കറിയില്ലല്ലോ. ഇനി ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ തന്നെ ഇറ്റ് ഹാസ് ടു ബി ഡൺ ഇൻ എ വെരി ക്വിക്ക് ടൈം ഫ്രെയിം. ഒരു നീണ്ട 1 മാസം 2 മാസം യുദ്ധം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് നമുക്ക് അതിൻ്റെ റിസോഴ്സസ് ഇല്ല. മറ്റൊന്ന്, ഫോറിൻ നേഷൻസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി വിൽ ഇന്റർഫിയർ. UN ഉണ്ടല്ലോ, അവിടെ വീറ്റോ പവറുള്ള 5 രാഷ്ട്രങ്ങളുണ്ടല്ലോ, അവർ സീസ് ഫയർ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചേ പറ്റൂ. സോ അവർ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിന് മുമ്പ് വേണം നമ്മുടെ ഈ യുദ്ധം യുദ്ധം നടക്കുകയാണെങ്കിൽ അത് ഫിനിഷ് ചെയ്യാനായിട്ട്.